ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ വീട് വന്നിട്ട് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിൽ നമ്മളെ മലപ്പുറമാണ് കേട്ടോ. മലപ്പുറം ഇടവണ്ണപ്പാറയാണ്. അങ്ങനെ നമ്മൾ കുന്നമംഗലത്തേക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എടവണ്ണപ്പാറന്ന് ഇവിടേക്ക് ഒരു 1 അവർ യാത്ര ഉണ്ട് കേട്ടോ. തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇത് വന്നിട്ട് എൻ്റെ ആങ്ങളിൻ്റെ വീടാണ്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചതാണ് കേട്ടോ എൻ്റെ വീട്, തറവാട് വീട്. 2 വീടുകൾ തൊട്ടടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് 2 ബ്രദേഴ്സും പിന്നെ ഒരു സിസ്റ്ററുമാണ് കേട്ടോ ഉള്ളത്. ഞാനാണ് കേട്ടോ ഏറ്റവും ചെറുത്. പിന്നെ നമ്മളിതാ ഇവിടെ വന്നതിന് ശേഷം ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ വെക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. നേരത്തെ കാണിച്ച ചക്ക ഉണ്ടല്ലോ, അതെൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു ചക്കൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 3 വർഷം മുൻപേ വെച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റും അതുപോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചിന് ചെമ്മീൻ കറിയും പിന്നെ അതുപോലെ തൈരും ചിക്കൻ ഫ്രൈയും പിന്നെ ചക്ക ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ ഉള്ളത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടുത്തെ റംബൂട്ടാൻ മരമൊക്കെ നല്ല വലുതായ പോലെ തോന്നിയിട്ടു എനിക്ക്. അയ്മണി ഇവിടെ വന്നാൽ നല്ല കളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് തന്നെ അവനെ കാണാൻ കിട്ടൂല. ആങ്ങളൻ്റെ മോനും അവനും നല്ല കൂട്ടാണ് കേട്ടോ. 2 പേരും വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും അവർക്ക് കളി തന്നെയാണ് കേട്ടോ. റുദാസ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അവൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് കുളിച്ചത് കേട്ടോ. നമ്മൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ മേലൊക്കെ കഴുകി ഫ്രഷായി പോകുന്നതായിരുന്നു. പിന്നെ ഇവിടെ എത്തി ഞാൻ തലയൊക്കെ നനച്ചിട്ട് കുളിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചൊക്കെ നമ്മൾ കഴിച്ചത്. റോഡിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടുത്തെ സ്കൂള്. അപ്പോൾ അത് ഞാൻ പഠിച്ച സ്കൂളാണ്. ആ സൈഡിലുണ്ട്, പിന്നെ റോഡിൻ്റെ ഈ സൈഡിലുമായിട്ടാണ് കേട്ടോ സ്കൂളുള്ളത്. 7ാം ക്ലാസ് വരെയാണ് കേട്ടോ ഈ ഒരു സ്കൂളുള്ളത്. പക്ഷേ ഞാൻ പഠിച്ചത് ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യം എനിക്ക് വല്ലാതെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്ന സ്കൂൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ എൻ്റെ ആങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളും വീടൊക്കെ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നമ്മളിതാ കുറേ സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയത്. പിന്നെ റുത ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങിയൊക്കെ എണീറ്റിട്ടുണ്ട്. അന്നപ്പോഴത്തേക്കും 3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 3 മണിയൊക്കെ ആയപ്പോൾ സ്കൂളുകളൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം KG സെക്ഷനാണ് വിട്ടത്. അപ്പോൾ ആങ്ങളൻ്റെ മോള് UKGയിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ മോള് വന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഇതാ ചായൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. അപ്പോൾ ഈ ഭാഗം വരുന്നത് KG സെക്ഷനാണ്. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു ഇടവഴി ഉണ്ട് കേട്ടോ. ഇവിടുന്നും വീട്ടിലേക്ക് പോകാൻ പറ്റും. മെയിനായിട്ട് പോകുന്നത് നമ്മളെ റോഡാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇടവഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോകാൻ നേരമാണ് കേട്ടോ അയ്മണ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ അയ്മണ്ണ് കടയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് കടയിൽ പോകാനും വരാനൊക്കെ സുഖമായതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ 2-3 വട്ടമൊക്കെ ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ അയ്മണും മിഠായിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ അവന് ഇവിടെ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു ചായക്കടയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് കടിയൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ റുത കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഈ ഭാഗത്തേക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ കുറച്ച് സംസാരിച്ചിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കിനി തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങുകയാണ്. അയ്മണും ഹയാനൊക്കെ സൈക്കിൾ ഓടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയ്മണ് ഞാനൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നാണെങ്കിൽ അയ്മണ് അവിടുന്ന് പോരുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. കളിക്കുന്നതിന് ഇടയിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പോരുമ്പോൾ. പിന്നെ നമ്മളിതാ ഓട്ടോ വിളിച്ചാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്.
അങ്ങനെ ആ ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് വാപ്പ പോയിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് അയ്മൻ്റെ പല്ലൊന്ന് ഡോറിൻ്റെ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല കളിയാണല്ലോ, അപ്പോൾ ഓടിയപ്പം പല്ലിങ്ങനെ കുത്തി ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇളകിയ പല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് വണ്ടിയൊക്കെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇവർ ക്ലാസ്സൊക്കെ ലീവാണ് കേട്ടോ, നാളെ എന്തായാലും ക്ലാസ് പോകാനുണ്ട്. അപ്പോൾ അയ്മണ് ഇവിടെ നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷേ ക്ലാസ് ഉള്ളതുകൊണ്ട് നിർത്താനും പറ്റൂല. നമ്മളെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറിപ്പോയി. പിന്നെ അയ്മണ് പല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഇളകുന്ന പല്ലിൻ്റെ. പിന്നെ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ അയ്മൻ്റെ ഈ ഒരു പല്ല് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഒരു പല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിവിടെ കുത്തി അടയാളമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. വരുന്ന വഴി നമ്മൾ അയ്മൻ്റെ മുഖമൊക്കെ കഴുകി കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ നമ്മൾ ഏതാണ്ട് കുന്നമംഗലമൊക്കെ എത്താനായിട്ടുണ്ട്. അയ്മൻ്റെ പല്ല് ചെറുതായിട്ടൊക്കെ വേദനയൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞു പോകാനുള്ള പല്ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം.